ശ്രീ കൃഷ്ണകുമാർ, ഒരു കാലത്ത് ചാനലുകളിൽ നിറഞ്ഞു നിന്ന BJPയുടെ മുഖമായിരുന്നു, ശബ്ദമായിരുന്നു സന്ദീപ് വാര്യർ. എന്തിനായിരുന്നു സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത്? എന്തിനായിരുന്നു അച്ചടക്ക നടപടി? എന്തിനായിരുന്നു സംഘടനാ നടപടി? ഒട്ടേറെ പ്രേക്ഷകർ, ഒട്ടേറെ പ്രവർത്തകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യം. ഞാനത് നിരവധി പ്രവർത്തകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ സന്ദീപിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് അച്ചടക്ക നടപടിയുടെ കാരണങ്ങളെ സംബന്ധിച്ച് പുറത്ത് പറഞ്ഞില്ല? ഞാനതിന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജിയോട് അദ്ദേഹത്തിനെതിരെ ഇത്രയേറെ ആക്ഷേപങ്ങൾ സന്ദീപ് ചൊരിഞ്ഞിട്ടും അദ്ദേഹം അതേക്കുറിച്ച് ഒരക്ഷരം ആ നടപടിയുടെ കാരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീ സന്ദീപ് പൊതുരംഗത്ത് പോലും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. അത്രയേറെ വെറുക്കപ്പെട്ടവനായിട്ട് പൊതുരംഗത്ത് അദ്ദേഹം മാറും. ഞാൻ സുരേന്ദ്രൻജിയുടെ ക്ഷമയെ ബഹുമാനിക്കുക. അത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരുന്ന് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പൊതുരംഗത്ത് തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തി പൊതുരംഗത്ത് തുടരട്ടെ, അയാൾക്ക് തുടരാൻ മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പറയാതിരുന്നത് ഇന്ന് തെറ്റായിപ്പോയി എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. കാരണം അന്ന് ആ കാരണങ്ങൾ കൃത്യമായിട്ട് പുറത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് പിന്നെ പൊതുരംഗത്ത് പോലും തുടരാൻ പറ്റില്ലായിരുന്നു. അത്രയും ഗുരുതരമായിട്ടുള്ള സംഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം ചെയ്തത്. അതിപ്പോഴും നമ്മൾ പറയാൻ, ഒരു വ്യക്തിപരമായിട്ട് ഒരാളെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും ക്ഷമയ്ക്കൊരു അതിരുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തി ഓർക്കുന്നത് നല്ലതാണ്. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും പുറത്തു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് പോയിട്ടുള്ള പ്രസ്ഥാനത്തിൽ പോലും അദ്ദേഹത്തെ വെച്ച് ഓർപ്പിക്കില്ല. കൃത്യമായ സൂചനകൾ വരുന്നുണ്ട്, പക്ഷേ പറയുന്നില്ല. മാന്യത ഇതേ നിലപാടാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ വളരെ കൂളായി ചാനൽ ക്യാമറകളുടെ മുന്നിൽ വന്നിരുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കിയതിന് പിന്നിലുള്ള കാരണങ്ങൾ അന്ന് പറഞ്ഞിരുന്നില്ല, ഇന്നും പറയുന്നില്ല. അതാണ് ഞങ്ങളുടെ മാന്യത, അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മാന്യത എന്ന. എങ്കിലും ആ ടൈമിംഗ് കൃഷ്ണകുമാർജി 17, 18, 19 2 ദിവസം പരസ്യ പ്രചരണം, ഒരു ദിവസം നിശബ്ദ പ്രചരണം, പിന്നെ ഒരു അര ദിവസം ചാനൽ ചർച്ചകൾക്ക് വളമൊരുക്കി കൃത്യമായി പാളയത്തിൽ പടയുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എതിർപാളയത്തിൽ ചെന്ന് വലിയൊരു ആയുധം വച്ച് നീട്ടി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ടൈമിങ്ങിനെ കുറിച്ച് കൂടി. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങോട്ടാണെന്നൊന്ന് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ബാംഗ്ലൂർ യാത്രയൊക്കെ, ബാംഗ്ലൂരിൽ നിന്ന് 9 കൗൺസിലർമാർക്ക് വിലക്കെട്ടിയിട്ടാണ് വന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണ് എന്നുള്ളത് ധരിച്ചിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും കൃഷ്ണകുമാറോട് നന്നായിട്ട് പെരുമാറും, നന്നായി ചിരിക്കും, നല്ല സൗഹൃദം പുലർത്തും. പക്ഷെ അവരുടെ ഉള്ളിലെല്ലാം ആ ബന്ധങ്ങൾക്ക് എല്ലാം അപ്പുറം അവർ ഈ ആശയത്തെയും ആദർശത്തെയും കാണുന്ന ആളുകളാണ്. കൃഷ്ണകുമാറോട് നന്നായി സംസാരിക്കും. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയുള്ള സമയത്ത് കൃഷ്ണകുമാറിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ ഏത് നിമിഷം ഞാൻ തള്ളിപ്പറയുന്നുവോ ആ നിമിഷം ഈ സ്നേഹവും ബഹുമാനവും ഈ അംഗീകാരവും എല്ലാം അവരുപേക്ഷിക്കും. അത് മനസ്സിലാക്കാത്ത ആളായി പോയി ശ്രീ സന്ദീപ്. കാരണം സന്ദീപ് വിചാരിച്ചു സന്ദീപിന് കിട്ടുന്ന അംഗീകാരം, ബഹുമാനം, ഈ ആദരവ് ഇതെല്ലാം സന്ദീപിന് കിട്ടുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ ആശയത്തോടും ആദർശത്തോടും ചേർന്ന് നിൽക്കുന്ന സമയത്ത് കിട്ടുന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ഇതിനെ തള്ളിപ്പറഞ്ഞ് പോയ അടുത്ത നിമിഷം മുതൽ മുഴുവൻ ഇതുവരെ കിട്ടിയിരുന്ന എല്ലാ ബഹുമാനവും ആദരവും അംഗീകാരവും എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സുരേന്ദ്രൻജി പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരം അതല്ല. ഒരു വ്യക്തിയെയും രാഷ്ട്രീയ എതിരായി പോലും വ്യക്തിപരമായിട്ട് സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദപ്രയോഗമോ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളോ ഉണ്ടാവരുതെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് ഞാനെല്ലാം പ്രവർത്തിക്കുന്നത്, സുരേന്ദ്രൻജി എല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്നും പറയാതിരിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യം, സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ അധികം
പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോയത് DK ശിവകുമാറിനെ കാണാനാണെന്നും DK ശിവകുമാറിനെ കണ്ട് മടങ്ങുമ്പോൾ ചില റേറ്റുകൾ ഫിക്സ് ചെയ്തിരുന്നുവെന്നും ആ റേറ്റ് അനുസരിച്ച് BJP കൗൺസിലർമാരെ വിലക്കെടുക്കാമെന്നും അതിന് പിന്നാലെ 1-2 പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. സന്ദീപ് വാര്യർക്ക് പിന്നാലെ BJP കൗൺസിലർമാരടക്കം കോൺഗ്രസിലേക്ക് എന്ന്. നല്ല തിരക്കഥയായിരുന്നു അല്ലേ കൃഷ്ണകുമാർജി? അതെ 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 മുൻ നഗരസഭാ ചെയർപേഴ്സൺ, BJPയുടെ സീനിയർ ആയിട്ടുള്ള കൗൺസിലർമാർ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം സന്ദീപിനോടൊപ്പം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പോലും, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ സാരഥി പോലും കൂടെ പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നമ്മളൊരു പ്രവർത്തകനാണ്. എനിക്കറിയാൻ കഴിഞ്ഞാൽ അവിടുത്തെ ചെത്തല്ലൂരിൽ നിന്ന് വന്ന പ്രവർത്തകർ പറഞ്ഞത് അവിടുത്തെ അദ്ദേഹത്തോടൊപ്പം ആദ്യ ദിനങ്ങളിൽ അദ്ദേഹത്തിന് കസേര കിട്ടിയില്ല, അദ്ദേഹത്തെ അവഗണിച്ചു, ഇത്തരത്തിലുള്ള കഥകൾ വരുന്ന സമയത്തൊക്കെ ആശ്വസിപ്പിക്കാൻ വീട്ടിൽ ഓടിയെത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ വീട്ടിൽ, സന്ദീപിൻ്റെ വീട്ടിൽ കാലത്ത് മുതൽ വൈകിട്ട് വരെ, രാത്രി വരെ സന്ദീപിനോടൊപ്പം ഉണ്ടായിരുന്ന ആ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ആ മനുഷ്യനെ ഞങ്ങൾ വെറുക്കപ്പെട്ടവനായി ഞങ്ങൾക്ക് മാറി എന്നുള്ളതാണ്. വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉണ്ടായത്. കാരണം കൃത്യമായിട്ട് ആ വേദിയിൽ ഇരിക്കേണ്ട ആളുകളെ സംബന്ധിച്ച് പാർട്ടിയുടെ ടീം നിശ്ചയിച്ച ആളുകളാണ് ആ വേദിയിലിരുന്നത്. കൊട്ടാരക്കരയ്ക്ക് തൊട്ടടുത്ത ദിവസത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് കാലത്ത് തന്നെ പോകുന്നു പറഞ്ഞ സന്ദീപിനോട് ഞാൻ പറഞ്ഞു, നല്ലൊരു കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്, നിങ്ങൾ പാലക്കാടത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, നിങ്ങൾ കൺവെൻഷൻ സ്ഥലത്തൊന്ന് വന്ന് എല്ലാ പ്രവർത്തകരെയും കണ്ടിട്ട് പോകുന്നത് നാളെ നിങ്ങൾക്ക് സംഘടനാപരമായിട്ട് ഗുണമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വന്ന് വിഷ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ പോകണം. അതുകൊണ്ട് നിങ്ങൾ കൺവെൻഷൻ ഹാളിൽ വരണം. വന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ യാത്ര തിരിച്ചോ, ഒരു 4 മണിക്കോ 4:30ക്കോ യാത്ര തിരിച്ചാൽ നിങ്ങൾക്ക് 12 മണിയാകുമ്പോഴേക്കും കൊട്ടാരക്കരയിൽ എത്താൻ കഴിയും. അപ്പോൾ നിർബന്ധമായിട്ട് വന്ന് ഒന്ന് വിഷ് ചെയ്തിട്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചാനലുകളിൽ ലൈവായി കാണുന്നുണ്ട് സന്ദീപ് വരുന്നതും, സന്ദീപ് അവിടെ ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. ഞാൻ 5:30 വേദിയിലെത്തുന്നത്. വേദിയിലെത്തിയ സമയത്ത് വേദിയിൽ സന്ദീപില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൺവെൻഷൻ കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാറിൽ കയറിയത് ആദ്യത്തെ കോള് സന്ദീപിനാണ്. ഞാൻ സന്ദീപിനോട് സന്ദീപ് എന്താ നേരത്തെ ഇറങ്ങിയോ ചോദിച്ചു. ഞാൻ തൃശ്ശൂർ കഴിഞ്ഞു കൃഷ്ണകുമാരേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേദിയിൽ, അല്ല എൻ്റെ പേര് വിളിച്ചത് കേട്ടില്ല അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ അന്വേഷിക്കുക എന്താണെന്നുള്ളത്. പിന്നീട് അന്വേഷിച്ച സമയത്ത് അത് സംഘടനാ സെക്രട്ടറിയും ചെറിയ ഒരു ടീമും ഇരുന്നിട്ട്, ചാർജുള്ള സംസ്ഥാന ഭാരവാഹികളും എല്ലാം ഒരു ചെറിയ ടീം ഇരുന്നിട്ട്, BJPയുടെ പതിവ് അതാണ്, വേദിയിൽ ആരിയിരിക്കണം, ഏത് കാറ്റഗറി ആളുകൾ ഇരിക്കണം, ഏത് ചെറിയ പരിപാടിയായാലും വലിയ പരിപാടിയായാലും അത്തരത്തിലാണ് നിശ്ചയിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാറ്റഗറി നിശ്ചയിച്ചു. ആ കാറ്റഗറി ആളുകളെ വേദിയിലെത്തി. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുധീർ, അദ്ദേഹം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അടക്കം ചാർജുള്ള ആളാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് സുധീർ താഴെയാണ്. ഈ ഇലക്ഷൻ്റെ ചാർജും പാലക്കാട് ജില്ലയുടെ പ്രഭാരിയുമായിട്ടുള്ള P. രഘുനാഥ് വേദിയിലിരുന്നിട്ടില്ല. ഇതിൻ്റെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഇലക്ഷൻ്റെ ചാർജായിട്ട് ഇവിടെയുണ്ട്, അദ്ദേഹം വേദിയിലിരുന്നിട്ടില്ല. TP സിന്ധുമോൾ, അങ്ങനെ നിരവധി ആളുകൾ BJPയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ മുഴുവൻ താഴെയാണ്. ഈ BJPയുടെ ഏറ്റവും സീനിയർ ലീഡറാണ് K. രാമൻകുട്ടിയേട്ടൻ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. ശ്രീ സന്ദീപ് ഒരു പരാമർശം നടത്തി രാമൻകുട്ടിയേട്ടനെതിരായിട്ട്. അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടു. ആർക്കും അറിയാത്ത ഒരാൾ വേദിയിലിരുന്നു എന്നുള്ള രീതിയിൽ പോലും രാമൻകുട്ടിയേട്ടനെ പറഞ്ഞു. രാമൻകുട്ടിയേട്ടനെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മാത്രം നിറഞ്ഞു നിന്ന സന്ദീപിനെ അറിയില്ലായിരിക്കും. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്ത് BJP ബൂത്ത് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം പറയായിരുന്നു, ഏത് മീറ്റിങ്ങിലും ബൂത്ത് ശക്തിപ്പെടുത്തുക, ബൂത്ത് പ്രവർത്തനമാണ് നമ്മുടെ പ്രധാനമെന്ന് BJPയുടെ ഓരോ ഘടകത്തിലും പോയിട്ട് ഓർമ്മിപ്പിച്ച് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത, നിരന്തരമായിട്ട് ഇത്രയും സീനിയറായിട്ട് ഇത്രയും പ്രായമായിട്ടും ഒരു ഫോൺ കോൾ പോയാൽ ഓടിയെത്തുന്ന രാമൻകുട്ടിയേട്ടൻ. അത് വന്നാലും വേദിയിൽ നിർബന്ധിച്ചാൽ മാത്രം കയറുന്ന രാമൻകുട്ടിയേട്ടൻ. പലപ്പോഴും പൊതുയോഗങ്ങൾ നടക്കുന്ന സമയത്ത് സ്റ്റേജിന് സൈഡിൽ ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിൽ പോയി നിൽക്കും. നമ്മൾ ആരെങ്കിലുടെയും ശ്രദ്ധയിൽപ്പെട്ട് പോയി വിളിച്ചാൽ മാത്രം വേദിയിലേക്ക് വരും. അത്ര മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാമൻകുട്ടിയേട്ടനെ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തെ പോലും വേദിയിൽ ഇരുത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഈ അടുത്ത കാലത്ത് വന്ന് മാധ്യമങ്ങളിൽ വരുന്ന
ചർച്ചകളിൽ കിട്ടിയ അംഗീകാരം കൊണ്ട് മാത്രം മുകളിൽ വന്നുകൊണ്ടുള്ള കുഴപ്പമാണ്. ഞങ്ങളൊക്കെ രാമൻകുട്ടിയേട്ടനെ ഇന്നും ബഹുമാനിക്കുന്ന ഏറ്റവും ബഹുമാനത്തോടു കാണുന്ന നേതാവാണ്. അദ്ദേഹത്തെ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പരാമർശിച്ചത്. അത് അത്തരം ഒരു സാഹചര്യത്തിൽ വളർന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ പറ്റുന്നത്. ഒരാൾ ഈ പ്രസ്ഥാനത്ത് നിന്ന് പോയില്ല എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളത് ബോധ്യം ഉണ്ടായിരുന്നു. പരമ്പരാഗതമായിട്ട് BJP-യോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമുദായത്തെ പോലും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരു ശ്രമം സന്ദീപ് നടത്തി. അതെല്ലാം പൊട്ടിപ്പൊളിയുന്ന സ്ഥിതിയിലാണ് ഇന്നലത്തെ പോളിംഗ് ദിവസമെല്ലാം നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ആവേശത്തിൽ റെക്കോർഡ് പോളിംഗാണ് ആ പ്രദേശത്തെല്ലാം നടന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോടൊപ്പമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ഒപ്പമല്ല, മറിച്ച് ഈ ആശയത്തോടൊപ്പം ആദർശത്തോടൊപ്പമാണ് ആ സമൂഹം എന്നുള്ളത് അവർ ഇന്നലെ വീണ്ടും തെളിയിച്ചു.